ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജ്യത്തെ വർഗീയ ശക്തികളെ തൂത്തെറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒന്നാമത്തെ ഫേസ് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് നരേന്ദ്രമോദി കൂടുതൽ വർഗീയത പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വിധിയെഴുത്ത് നടത്തുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ രാജ്യത്തെ ജനങ്ങൾ മോഡിയെ മടുത്തിരിക്കുന്നു. മോഡിയുടെയും ബിജെപിയുടെയും നയങ്ങൾക്കെതിരായി ജനങ്ങൾ അണിനിരക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഇന്ത്യയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്രവിരുദ്ധ സമീപനം, കേന്ദ്രത്തിനെതിരായിട്ടുള്ള മുന്നേറ്റം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് വിലയിരുത്തലല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പരാജയ സമ്മതിക്കൽ തന്നെയാണ്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടും. വൻപിച്ച മുന്നേറ്റമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ജനാധിപത്യവും മതേതരത്വവും അതോടൊപ്പം തന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും, ഭരണഘടന സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് അതിന്റെ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായി വിധിയെഴുത്തുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസമാണ് എനിക്കുള്ളത്. കേരളത്തിൽ 20-ൽ 20 സീറ്റും 20-20 ഞങ്ങൾ അടിക്കും എന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. UDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ദൃശ്യമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി CPMന്റെ ചിഹ്നം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രകാശ് ജാവദേക്കർ ചർച്ച ഇപ്പോൾ ജയരാജൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. ജാഗ്രതക്കുറവ് മാത്രമെന്ന രീതിയിൽ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് നടക്കുന്ന സംഭാഷണങ്ങളാണിതെല്ലാം. BJPയുമായിട്ട് ജയരാജനെ മുഖ്യമന്ത്രി ഒരു പാലമായി ഉപയോഗിക്കുകയാണ്. EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ്. LDF കൺവീനറാണ്. അദ്ദേഹം അറിയാതെ, മുഖ്യമന്ത്രി അറിയാതെ ജയരാജൻ ഒരു ചർച്ചയ്ക്ക് പോകുമെന്ന് ആരെങ്കിലും കരുതുമോ? അപ്പോൾ BJPയുമായിട്ടുള്ള, മോഡിയുമായിട്ടുള്ള ഒരു പാലമായിട്ടാണ് ജയരാജൻ പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നതാണ്. CPMും BJPയും തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് ഇന്ന് ജയരാജൻ വെട്ടി തുറന്ന് പറഞ്ഞതോടുകൂടി സംഭവങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ജയരാജന്റെ മറ്റൊരു ആരോപണം, കെ സുധാകരനും രമേശ് ചെന്നിത്തലയും BJP പോകാൻ ആഗ്രഹിച്ച നേതാക്കളാണ്. 40% രമേശ് ചെന്നിത്തല. ആര് പറഞ്ഞു? എന്നെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ഇതുവരെ. അല്ല, എനിക്കറിയില്ല. എന്നെപ്പറ്റി ആരും അങ്ങനെ പറയത്തുമില്ല. അങ്ങനെ ആലോചിക്കുകയും ചെയ്യാത്ത ഒരാളാണ്. 90% ഇത്തവണ CPMും BJPയും തമ്മിൽ നല്ല ധാരണയിലാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പാലമായി ഉപയോഗിച്ചുകൊണ്ട് BJPയുമായിട്ട് കൂട്ടുകെട്ടാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ജയരാജൻ അല്ല കുറ്റക്കാരൻ. ഇവിടെ കുറ്റക്കാരൻ പിണറായി വിജയനാണ്. വിജയൻ അറിവോട്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് BJPയുമായിട്ടുള്ള ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് BJPയും CPMും തമ്മിലൊരു അന്തർധാര ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം. അത് ഇപ്പോൾ പൂർണ്ണമായി ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്.